ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസുകൾ പോസ്റ്റ് ചെയ്യുന്ന ഉടനെ തന്നെ ലഭ്യമാകുന്നതിനായി അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനി പഠിച്ചു നേടാം ITക്ക് A+. 10ാം ക്ലാസ് IT പാഠപുസ്തകത്തിലെ മുഴുവൻ പാഠങ്ങളും വീഡിയോ രൂപത്തിൽ പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങളെല്ലാം വിശദമായി പഠിക്കാം. ഒരു ക്ലാസ്സിലെ കുട്ടികളെ കുറിച്ചുള്ള വിവരങ്ങൾ ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിൽ ക്രിക്കറ്റ് സെലക്ഷൻ .odb എന്ന ഡാറ്റാബേസ് ഫയലിൽ നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്നും ക്രിക്കറ്റ് കോച്ചിംഗ് ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കുന്നതിന് 14 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള കുട്ടികളെ മാത്രം വേർതിരിച്ച് പട്ടികവെക്കുക. ക്രിക്കറ്റ് സെലക്ഷൻ .odb എന്ന ഡാറ്റാബേസ് ഫയൽ ലിബ്രോഫീസ് ബേസിൽ പ്രവർത്തിപ്പിക്കുക. ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ചോദ്യ നമ്പറും ഫയൽ നാമാക്കി നൽകി ഹോമിലെ എക്സാം ടെർമിനൽ സേവാ സങ്കേതം ഉപയോഗിച്ച് സേവ് ചെയ്യുക. 14 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള കുട്ടികളുടെ മാത്രം വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഒരു ക്വറി തയ്യാറാക്കുക. ഉൾപ്പെടുത്തേണ്ടുന്ന വിവരങ്ങൾ അഡ്മിഷൻ നമ്പർ, നെയിം, ക്ലാസ്, ഏജ് എന്നിവയാണ്. ക്വറിയിലെ വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കി പ്രദർശിപ്പിക്കുക. ക്വറി റിപ്പോർട്ട് സേവ് ചെയ്യേണ്ട ഡാറ്റാബേസ് സേവ് ചെയ്യുക. ദ ഡാറ്റാബേസ് file named cricket selection.odb in the folder exam documents in home contains the details of students in a class. Prepare a table containing the list of students whose age is greater than 14 to include in the cricket coaching camp. Open the database file cricketselection.odb from the folder exam documents in home using the software LibreOffice Base. Save the file using the option Save As in the folder exam 10 in home with your register number, question number as file name. Prepare a query to avail the details of students whose age is greater than 14. The details like admission number, name, class, age should be included in it. Prepare and display a report that shows the details in the query. No need to save the report. Save the database. ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിൽ നിന്നും നമുക്ക് ആ ഫയൽ തുറക്കാം. ക്രിക്കറ്റ് സെലക്ഷൻ എന്ന ഫയൽ തുറക്കുന്നു. ക്വറീസ് തിരഞ്ഞെടുക്കുക. അതിൽ യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ക്വറി, അഡ്മിഷൻ നമ്പർ, നെയിം, ക്ലാസ്, ഏജ് എന്നിവയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സീരിയൽ നമ്പർ നമുക്ക് ആവശ്യമില്ല. ആവശ്യമായവ സെലക്ട് ചെയ്തിട്ട് ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് ഉൾപ്പെടുത്താം. നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. അതിൽ സോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ല. വീണ്ടും നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. അതിൽ സെർച്ച് കണ്ടീഷൻസ് നമുക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 14 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള കുട്ടികൾ. അതിൽ ഫീൽഡ്സ് എന്ന ടാബിൽ നിന്നും ഏജ് തിരഞ്ഞെടുക്കുക. ക്രിക്കറ്റ് സെലക്ഷൻ ഏജ് തിരഞ്ഞെടുക്കുന്നു. കണ്ടീഷൻ ഈസ് ഈക്വൽ ടു എന്നത് മാറ്റി 14 വയസ്സിൽ കൂടുതൽ. അപ്പോ ഈസ് ഗ്രേറ്റർ ദാൻ എന്ന കണ്ടീഷൻ തിരഞ്ഞെടുക്കുന്നു. വാല്യൂ 14, 14 എന്ന് ടൈപ്പ് ചെയ്ത് നൽകുന്നു. ഫീൽഡ്സിലെ ക്രിക്കറ്റ് സെലക്ഷനിലെ ഏജ് കണ്ടീഷൻ ഈസ് ഗ്രേറ്റർ ദാൻ വാല്യൂ 14, 14 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള കുട്ടികൾ. നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. വീണ്ടും നെക്സ്റ്റ് ബട്ടൺ അമർത്തുന്നു. വീണ്ടും നെക്സ്റ്റ്, ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു ക്വറി തയ്യാറായിട്ട് വരുന്നു. അതുവരെ വെയിറ്റ് ചെയ്യുക. ഒരു ക്വറി തയ്യാറായിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 14 പുറത്ത് പ്രായമുള്ള കുട്ടികളുടെ മാത്രം ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതിൽ നിന്ന് നമുക്കൊരു റിപ്പോർട്ട് തയ്യാറാക്കാം. റിപ്പോർട്ട്സ് ടാബിൽ നിന്നും യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് റിപ്പോർട്ട്, അതിലെ അവൈലബിൾ ഫീൽഡ്സിൽ എല്ലാ ഫീൽഡ്സും ഉൾപ്പെടുത്തുക. നെക്സ്റ്റ്, 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 ഫിനിഷ് എന്ന ക്രമത്തിൽ നമുക്ക് ഫിനിഷ് ചെയ്യാം. ഇപ്രകാരം നമുക്ക് റിപ്പോർട്ട് തയ്യാറാക്കാം. 14 വയസ്സിന് പുറത്തും പ്രായമുള്ള കുട്ടികളുടെ ഒരു റിപ്പോർട്ട് നമുക്ക് തയ്യാറാക്കാം. ഡേറ്റാബേസ് ഫയലിനെ സേവ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഫയൽ സേവ് ആസ്, ഹോമിലെ എക്സാം 10 ഫോൾഡറിൽ സേവ് ചെയ്യാം. IT വീഡിയോ ക്ലാസുകൾ ഇനി മൊബൈൽ ആപ്പിലും
പ്ലേ സ്റ്റോറിൽ നിന്നും വിപിൻ മഹാത്മാ മൊബൈൽ ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.